നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് ഏകദേശം 5000 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വാതക മേഘം ഒരു ഗ്രഹമായി മാറാൻ പോകുകയാണ്. ശരിക്കും ഇങ്ങനൊരു പ്രക്രിയ നടക്കാൻ സാധാരണയായി ഏതാനും കോടി വർഷമെടുക്കും. പക്ഷെ നമ്മൾ അത് വളരെ വേഗത്തിൽ സംഭവിപ്പിച്ചാൽ എന്തു ചെയ്യും? മാത്രവുമല്ല, വളരെ അകലെ സംഭവിക്കുന്നതിന് പകരം അത് നമ്മുടെ ഭൂമിയുടെ തൊട്ടടുത്ത് സംഭവിച്ചാൽ എന്തു ചെയ്യും? ഈ പുതിയ ഗ്രഹം എങ്ങനെ രൂപപ്പെടും? അങ്ങനെ ഒരു ഗ്രഹം വന്നാൽ തന്നെയും ഭൂമിയിലെ ജീവന് അത് ആപത്തായി മാറുമോ? ഒരു പുതിയ ഗ്രഹം രൂപപ്പെടുന്നത് വളരെ വിനാശകരമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥത്തിൽ ഇങ്ങനെയുള്ളൊരു വിനാശകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാവുന്ന എല്ലാ ഗ്രഹങ്ങളെയും നമ്മുടെ സൂര്യനെയും സൃഷ്ടിച്ചത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് പകരം നിലവിലുള്ള സൗരയൂഥത്തിൽ ഒരു പുതിയ ഗ്രഹം മാത്രമാണെങ്കിലോ? നമ്മുടെ സൗരയൂഥത്തിൽ ഒരു ഗ്രഹം രൂപപ്പെടാൻ ഏകദേശം 100 ദശലക്ഷം വർഷത്തിലധികം സമയമെടുക്കും. എന്നാൽ ഈ വീഡിയോയ്ക്കായി നമുക്കത് അല്പം വേഗത്തിലാക്കാം. ആദ്യമായി നമ്മുടെ സൗരയൂഥത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു വാതക മേഘത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലം വാതകമേഘം വേഗത്തിൽ കറങ്ങാൻ കാരണമാകും. ഒടുവിൽ അതിൽ നിന്ന് പൊടിയും പാറക്കഷ്ണങ്ങളും രൂപം കൊള്ളുന്നു. വാതകമേഘത്തിൻ്റെ സ്ഥാനമനുസരിച്ച് ഈ ഒരു സംഭവം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഗ്രഹത്തിൻ്റെ രൂപം കാണാൻ നല്ലൊരു ടെലസ്കോപ്പ് ആവശ്യമായി വരും. നിങ്ങൾ ഒരു വലിയ ബഹിരാകാശ പൊടിപ്പന്ത് മാത്രമേ കാണുകയുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് ഈ ഗ്രഹത്തെ കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് ചിഹ്നഗ്രഹങ്ങളും മറ്റ് ബഹിരാകാശ അവശിഷ്ടങ്ങളുമാണ്. കാരണം ഈ വാതകമേഘം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പൊടിയും അവശിഷ്ടങ്ങളും രൂപപ്പെടാൻ തുടങ്ങും. കൂടാതെ ഇവ ചൂടാകാനും തുടങ്ങുന്നു. കൂടാതെ അവ പരസ്പരം കൂടിച്ചേർന്ന് വലിയ പാറകൾ രൂപം കൊള്ളുന്നു. ഇത് അക്രീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ചില പാറകൾ ഏതാനും കിലോമീറ്റർ വലുപ്പത്തിൽ വളരുന്നു. അങ്ങനെ ഒരു പ്ലാനറ്റിസിമൽസ് രൂപപ്പെടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്ലാനറ്റിസിമൽസ് എന്നാൽ ഗ്രഹങ്ങളുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒടുവിൽ പ്ലാനറ്റിസിമൽസ് വലുതായി മാറുകയും ബഹിരാകാശത്തിലുടനീളം മറ്റു വലിയ വസ്തുക്കളെ ആകർഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഈ വസ്തുക്കളൊക്കെ ബഹിരാകാശത്ത് പറന്നു നടക്കുന്നതിനാൽ അവ ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പ്ലാനറ്റിസിമൽസ് എല്ലാ ബഹിരാകാശ വസ്തുക്കളെയും ആകർഷിച്ച് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോഴും ഈ ചിഹ്നഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഈ പ്ലാനറ്റിസിമൽസ് സ്വയം വലുതായി തകർന്ന് ഒരു ഗ്രഹമാകുന്നത് വരെ ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ഗോളം രൂപപ്പെടുകയും ഇരുമ്പ് പോലുള്ള ഭാരമേറിയ മൂലകങ്ങൾ ഗോളത്തിൻ്റെ മധ്യത്തിലേക്ക് താഴുകയും സിലിക്കേറ്റുകൾ മുകളിലേക്ക് പൊങ്ങിക്കിടക്കുകയും ചെയ്യും. ഈ ഗ്രഹം ആവശ്യത്തിന് വലുതും ഭൂമിയോട് അടുത്തുമാണെങ്കിൽ ഈ പുതിയ ഗ്രഹം ഭൂമിയെ വലിച്ചെടുത്ത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഗ്രഹം ഇടിച്ചു കയറി ഭൂമിയെ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നത് കാത്തിരുന്ന് കാണുകയല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ഭൂമി ഇല്ലാതാവുകയും ചെയ്യും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പുതിയ ഗ്രഹം തണുത്ത് ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ സൗരയൂഥത്തിൽ ഒരു പുതിയ ഗ്രഹം വികസിച്ചാൽ അത് മനുഷ്യരാശിയുടെ അവസാനമാകാം. അതുകൊണ്ട് സൗരയൂഥത്തെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ നിലനിർത്തുന്നതാണ് നമുക്ക് നല്ലത്.